ശ്യാമളെ എടി എണിച്ചേ എനിക്ക് ഒരു കരച്ചില് കേട്ടാ, ഒരു കൊച്ചിന്റെ കരച്ചില് കേട്ടാ. അതെ, ഇവിടുന്നാണോ? ഞാൻ ഒന്ന് നോക്കട്ടെ. വേണ്ടെന്ന് പറഞ്ഞത് ആരെങ്കിലും വല്ല കുട്ടികളെ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ? പിന്നെ ഈ രാത്രി എന്താ നീ പറയണേ? മാറി പിന്നെ ഇവിടെ കേൾക്കണം. അടക്കളേന്ന് ഇത് അടക്കളേന്നാ. അടുക്കളയുടെ വാതിലൊക്കെ കുറ്റിയിട്ടതല്ലേ ഞാൻ. ഞാൻ ഒന്ന് നോക്കട്ടെടി. ഞാൻ പറയണ കേൾക്കട്ടോ. നീ എന്തീ പറഞ്ഞ? ആരെങ്കിലും വല്ല കുട്ടികളെ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ? ആരെങ്കിലും ഫോൺ ചെയ്യ്, അല്ലാതെ ഒറ്റക്ക് പോയി ഞാൻ സമ്മതിക്കൂല. നിന്നല്ലേ? നിന്നു. ശീതളായിട്ട് വാ, നമുക്കിപ്പൊ കിടക്കാം. രാവിലെ ഡോക്ടറെ കാണാൻ പോകേണ്ടതല്ലേ. അല്ലെങ്കിൽ എനിക്ക് എന്തോ 2 ദിവസമായിട്ട് ഭയങ്കര അസ്വസ്ഥതയാണ്. ഇനിയിപ്പോ ഉറക്കൊന്നും ശരിയാവും തോന്നല്ലേ. നാളെ ചോദിച്ചിട്ട് കിടക്കാം. ഹലോ, ഡോക്ടർ മൊയ്തൂസ്. ആരാണ്? മുഹമ്മദ്. നിങ്ങളെ റിസൾട്ടാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണേ. അത് ഏതെങ്കിലും ലാബ് പോയിട്ട് FSH ഒന്ന് നോക്കിയിട്ട് അതിന്റെ റിസൾട്ട് ഏതെങ്കിലും കൊണ്ട് വരും. ഇരിക്കും. ഞാൻ നാളെ അവിടെ ഉണ്ട്. ഒരു 10 മണീനെ 11 മണീനുള്ളിൽ വന്നോളിട്ടോ. ശരി. ആയിക്കോട്ടെ. എന്താ വിഷയം? എന്റെ പേര് ശീതള എന്നാണ്. ഇതെന്റെ ഭാര്യ ശ്യാമള. എന്താ ചെയ്യണത്? ഞാൻ പിയൂണാണ്. എവിടെയാണ്? ബാങ്കില് പിയൂണാണ്. നിങ്ങൾ വർക്ക് ചെയ്യണ്ടോ? എവിടെയാണ്? കോർപ്പറേഷനില്. എന്താ വിഷയം? ഇപ്പോ 4 വർഷമായിട്ട് ഇപ്പോ ഞങ്ങൾക്ക് കുട്ടികളില്ല എന്നുള്ളൊരു ഇതുണ്ട്. 2 വർഷം ഞങ്ങൾ വേണ്ടാന്ന് വെച്ചിരുന്നു. ഇപ്പൊ 2 വർഷമായിട്ട് ഇങ്ങനെ ഇല്ലാത്തൊരു വിഷമമുണ്ട്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ഉണ്ടാവാനാണ് എല്ലാ ദമ്പതിമാരും ആഗ്രഹിക്കുക, അല്ലേ? അതെ. അത് നീട്ടിക്കൊണ്ടുപോയാൽ ഇങ്ങനെയുള്ള ഇടങ്ങറൊക്കെ ഉണ്ടാവും. പിന്നെ ട്രീറ്റ്മെന്റ് എടുക്കണ ഒരുപാട് പ്രശ്നങ്ങളാണ്. അല്ല ഡോക്ടറെ, അത് കഴിഞ്ഞിട്ട് ഞാൻ 2 പ്രാവശ്യം വിശേഷമായിരുന്നു. പടച്ചോന് പ്രഗ്നന്റ് ആയിനോ? എന്നിട്ട് അത് അപ്പോഴത്തെ സാഹചര്യത്തിൽ അത് വേണ്ടാന്ന് വെക്കേണ്ടി വന്നു. എന്ത് വിവരക്കേടാണ് നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങളൊക്കെ ജീവിക്കണത് ദുനിയാവിലല്ലേ, ഈ യുഗത്തിലല്ലേ നിങ്ങൾ? അല്ല, അത് അങ്ങനെ വിവരക്കേടല്ല. അത് സാറിന് അറിയണ്ട. എന്ത്? അത് എന്റെ വകയിലൊരു ജോത്സ്യം ഉണ്ടായിരുന്നു. ആള് പറഞ്ഞു ഇങ്ങനെ ഇപ്പോഴത്തെ സാഹചര്യം ഇപ്പൊ കണ്ടകശിനി കൊണ്ടു നിൽക്കുകയാണ്. ഇപ്പൊ ഒരു ശുഭ കാര്യങ്ങൾക്കൊന്നും പറ്റിയ കാര്യമല്ല എന്ന് പറഞ്ഞു. അപ്പോ ഈ നമ്മുടെ ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു പ്രമോഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് തടസ്സപ്പെടും. അപ്പോ കുട്ടികൾ വേണമെങ്കിൽ അങ്ങനെ, അതല്ലാച്ചാൽ പ്രമോഷൻ എങ്ങനെ വെച്ചാൽ അതെന്ന് പറഞ്ഞു. അപ്പോ നമുക്കിപ്പോ സാമ്പത്തിക ഭദ്രത ഇല്ലാതെ ഇപ്പൊ കുട്ടികളുണ്ടായിട്ട് കാര്യമല്ലോ. അപ്പൊ ആ ഒരു പോയിന്റാണ് ഞാൻ എടുത്തത്. അപ്പൊ ഞാൻ അന്ന് ആ ഒരു 2 വർഷം വേണ്ടെന്ന് തന്നെ വെച്ചു. എന്നിട്ട് പ്രമോഷൻ കിട്ടിയില്ല. ഇതാണ് പറഞ്ഞത്. പ്രമോഷൻ കിട്ടിയില്ല. ആ 2 ജീവനങ്ങൾ നഷ്ടപ്പെടുത്തിയത്. അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇവിടെ ഓരോരുത്തരും കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ട് 10, 15, 20 വർഷം ട്രീറ്റ്മെന്റ് എടുക്കുക. അപ്പോഴാണ് നിങ്ങൾ പഠിച്ചോന്ന് തന്നെ ഓരോന്നിനും ഒഴിവാക്കുന്നത്. അപ്പൊ നമുക്കൊരു പണിയാ. എന്തായാലും ഇപ്പൊ നിങ്ങൾ ഇവിടെ എത്തിയില്ലേ, നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങാം. അപ്പൊ അതിന് ആദ്യം നിങ്ങൾ 2 ബ്ലഡ് ടെസ്റ്റും നിങ്ങൾക്കൊരു സ്കാനിങ്ങും എടുക്കാണ്ട്. അതൊന്നും എടുക്കണം. ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുത്ത് നിങ്ങൾ പോയിക്കോളി. എന്നിട്ട് റിസൾട്ട് കിട്ടുന്ന ദിവസം തിരിച്ചുവിടെ വരണം. അന്ന് മുതൽ നമുക്ക് മരുന്ന് സ്റ്റാർട്ട് ചെയ്യാം. സാറേ, നമുക്കിപ്പോ ഈ മെഡിസിൻ അല്ലാണ്ടേ ഈ എക്സസൈസ് അങ്ങനെ എന്തെങ്കിലും മാറണം? വേറെ എക്സസൈസ് കൊണ്ട് കുട്ടികളുണ്ടാവും. അല്ല, ഈ യോഗ പോലൊക്കെ കേട്ടിട്ടുണ്ടേ അങ്ങനെ? ശീതള, അതൊക്കെ ഒരു യോഗാണ് കേട്ടോ. അതൊക്കെ നമുക്ക് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് നോക്കാം. അപ്പൊ റിസൾട്ട് ഒക്കെ കിട്ടിയിട്ട് വരും. ശരി, എന്നാൽ അപ്പൊ നമുക്ക് എന്നാ ശരി. ശീതളട്ടോ, എഴുന്നേറ്റില്ല? അല്ല ശീതളട്ടാ, എന്താണ് ആപ്പാടെ ഒരു ക്ഷീണം? ഒന്നും പറയണ്ട എന്റെ മന്മതാ. എന്തേ? ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞില്ലേ മീൻ, ഞാൻ രാത്രി ഒരു കുട്ടിയുടെ കരച്ചില് കേട്ടിരുന്നു. ഉവ്വ.
അത് ഇന്നലെ ഉണ്ടായി. അയ്യോ, സ്വസ്ഥത പോയിട്ടിരിക്കുകയാണ് ഇവിടെ. ആ ഇന്നലെ എപ്പോഴാ ഉറങ്ങിയെന്ന് എനിക്ക് തന്നെ പെടുത്തില്ല. അല്ല, ഇതിപ്പോ ദിവസം 2 ഇങ്ങനെ വെച്ചോണ്ടിരുന്ന ഇപ്പൊ എന്താ പരിഹാരം? അല്ല, ഞാൻ ആ രാമൻ ജോത്സ്യരെ ഒന്ന് കാണാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഏയ് എന്റെ ശീതളേട്ടാ, ഈ കാര്യത്തിൽ രാമൻ ജോത്സ്യരെ കണ്ടിട്ട് ഒരു കാര്യമില്ല. ഇതിനൊക്കെ പറ്റിയ വേറൊരാളെ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ആരാത്? നമ്മുടെ സത്യശീലാനന്ദ തിരുവടികൾ സ്വാമി. ആള് മിടുക്കനാ. ഏട്ടാ, എന്റെ തങ്കമണി ഉണ്ടല്ലോ, തങ്കമണിക്ക് കുട്ടികളില്ലാതെ കുറെ വർഷം ആയല്ലോ. ഞാൻ ഈ സ്വാമിയെ ചെന്ന് കണ്ട് സ്വാമി ഒരു ചരട് ജീവിച്ചു തന്ന് അത് തങ്കമണിയുടെ കഴുത്തിലോട്ട് അങ്ങോട്ട് കെട്ടി. അടുത്ത വർഷം 2 മൂരിക്കുട്ടന്മാരാ. ആ മാത്രമല്ല, നമ്മൾ ഈ വീട്ടിലുണ്ടാകുന്ന ദോഷങ്ങളൊക്കെ ആവാഹിച്ച് മാറ്റാൻ സ്വാമി മിടുക്കനാ. ഓ, എന്നാ മന്നത ഇന്ന് തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് അയാളെ പോയി കാണായിരുന്നു. ഞാനേ സ്വാമി ആദ്യം ഫോണിലൊന്ന് വിളിച്ച് സംസാരിക്കാം. സംസാരിച്ചിട്ട് സമയവും സന്ദർഭവും ഒക്കെ സ്വാമി പറയണ അനുസരിച്ചിട്ട് നമുക്ക് ഇന്നത്തേക്ക് തന്നെ ശരിയാക്കി തരാം. ഇന്ന് തന്നെ ശരിയാക്കണം. അവ വിഷമിക്കണ്ട, കിടക്കാൻ പറ്റില്ല. ആ മുഖത്ത് നല്ല ക്ഷീണമുണ്ട് കേട്ടോ. ഉറങ്ങിയിട്ടില്ല. എന്ത് ധൈര്യത്തിൽ അവിടെ കിടക്കണെന്ന് ഇങ്ങനെ കേട്ടാൽ. പാല് ആ അവിടെ കൊണ്ടുവച്ചോ നീ. ശ്യാമളച്ചേ, ശ്യാമളെന്ന് എണീറ്റിട്ടില്ലടാ. ഓ എണീറ്റില്ലല്ലേ? ഏയ് അല്ല, ഞാന് ഇന്നലെ കൊണ്ടുവച്ച പാലിന്റെ കുപ്പി അതൊക്കെ അവിടെ തന്നെ ഉണ്ട്. ആ സത്യശീലാനന്ദ തിരുവടികൾ. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി പറയണം. സത്യസന്ധമായിട്ട് മറുപടി പറയണം. ശരി സ്വാമി. ഈ ശബ്ദം കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഇപ്പൊ 2 ദിവസമായി സ്വാമി. 2 ദിവസമല്ല, അത് മാസങ്ങളായിട്ട് ആ ശബ്ദം അവിടെ ഉണ്ട്. നിങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. അങ്ങനെ സ്വാമി. സ്വാമി, നിങ്ങളുടെ ഭാര്യ പ്രസവിച്ചിട്ടില്ല. ഇല്ല സ്വാമി. പക്ഷെ അമ്മയാണ്. എന്താ സ്വാമി? 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. സ്വാമി, അകാലത്തിൽ പൊലിഞ്ഞുപോയ 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണിത്. സ്വാമി. സ്വാമി, പൊലിഞ്ഞുപോയെന്ന് പറയാം, പൊലിച്ചെന്നും പറയാം. സ്വാമി, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അതിനെ നുള്ളിക്കളഞ്ഞു എന്നും പറയാം. സ്വാമി, അതിന് കാരണം ഭയമാണ്. ഭയം, എങ്ങനെ ജീവിക്കും എന്നുള്ള ഭയം. സ്വാമി, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആ ശബ്ദം നമുക്ക് അവിടുത്തെ എടുത്ത് മാറ്റാം. മാറ്റണം സ്വാമി. മാറ്റണം സ്വാമി. നമുക്ക് എടുത്ത് മാറ്റണ്ടേ? ഓ മാറ്റണം സ്വാമി. അപ്പൊ സ്വാമി അത് ആലോചിച്ചോട്ടെ. ആയിക്കോട്ടെ സ്വാമി. ആലോചിക്കട്ടെ. ഓ ആയിക്കോട്ടെ. അപ്പൊ സർവ്വ തെറ്റുകളും ഓ നിങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുള്ള പാപങ്ങൾ മുഴുവൻ ഓ നുള്ളിക്കളഞ്ഞില്ലേ? ഓ അതെല്ലാം ഇവിടെ ഏറ്റു പറയണം. ഭഗവാനെ. സ്വാമി. സ്വാമി. ശീതള, നിങ്ങൾ പൊറുക്കാൻ പറ്റാത്ത തെറ്റ് ചെയ്തു പോയി. അതിന് കഠിന പാപമുണ്ട്. അതിന് പാപ പരിഹാര ക്രിയ ചെയ്യണമെന്നാണ് സ്വാമി പറയുന്നത്. കൃഷ്ണ, തീർച്ചയായിട്ടും ചെയ്യാം. പേടിക്കണ്ട,
ഈ പരിഹാരക്രിയ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ദോഷവും മാറും, കുടുംബത്ത് കുഞ്ഞിക്കാലും കാണുമെന്നാണ് സ്വാമി ഉദ്ദേശിച്ചത്. സ്വാമി സ്വാമി ഈ പരിഹാരക്രിയ ചെയ്യണമെങ്കിൽ സ്വാമിനോട് നിങ്ങൾ നേരിട്ട് അഭ്യർത്ഥിക്കണം. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചെയ്യാമെന്ന് സ്വാമി ഉദ്ദേശിക്കുന്നു. ഓ ആയിക്കോട്ടെ സ്വാമി. സ്വാമി വേണം സ്വാമി. സ്വാമി സ്വാമി എല്ലാ സ്വാമി ഏറ്റിട്ടുണ്ട്. ഓ കേട്ടോ സ്വാമി. അപ്പൊ ഇനി ധൈര്യമായിട്ട് പോയിക്കോളൂ. സ്വാമി പൂജയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കുക. ഓ ആയിക്കോട്ടെ. എന്തൊക്കെയാ വേണ്ടത് വെച്ചാൽ ഇവര് പറഞ്ഞു തരും കേട്ടോ. ആയിക്കോട്ടെ സ്വാമി. ആ അപ്പൊ എഴുന്നേറ്റോളൂ. കിഞ്ഞു പോയിക്കോ, ഏ കിഞ്ഞു പോയിക്കോ. ഭഗവാനേ. അഡ്വാൻസ് ആ ഓഫീസിൽ അടച്ചോളൂ. ഓ സ്വാമി. ഓരോരോ അന്ധവിശ്വാസങ്ങൾ. കിട്ടണ കാശ് മുഴുവനും സ്വാമിക്ക് പൂജയ്ക്ക് കുറച്ച് കൊണ്ട കളയാൻ. എനിക്ക് അതല്ല അത്ഭുതം, നീ ഇതിന്റെ പിന്നാലങ്ങൾ കെട്ടിയൊരുക്കി പോണെന്തിനാന്ന് അറിയുന്നത്. എന്റെ ഏട്ടൻ നമ്മൾ അവിടെ ചെന്ന് ഓരോന്ന് കാണുമ്പോഴല്ലേ നമുക്ക് വിശ്വാസാവണേ. എനിക്കല്ലാതെ വിശ്വാസം ഉണ്ടായിട്ട് പോയതല്ല ഞാൻ. നീ ഒന്നും മിണ്ടാണ്ടിരിക്കണ്ട. ആരോടാ നീ പറഞ്ഞേ? അല്ലെങ്കിൽ പിന്നെ ഈ കുടുംബത്തെ കാര്യം പുറത്തൊരാള് പറയാതെ എങ്ങനെ അവരറിയും? ഏട്ടൻ അത് പറ. ഭൂമി എന്താന്ന് കാണാത്ത കുട്ടിയുടെ നിലവിളിയല്ല പിന്നെ ഈ വീടിന്റെ അവിടെ ഇവിടെ അങ്ങനെ കേൾക്കണം. ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പൊ അഥവാ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ തന്നെ അത് രഹസ്യമായിട്ടാ ചെയ്യാ. നാട്ടുകാരെ മുഴുവൻ അറിയിക്കണം. കണ്ടോ മുന്തേട്ടണം വന്നിരിക്കുന്നത് അനുഗ്രഹം മേടിക്കാൻ. അതിനാളിയാ ഞങ്ങളത് അവിടെ ചെന്ന് തന്നെയാണ്. അവിടെ ചെന്നപ്പോ അവരാണ് പറഞ്ഞ ഇവിടെ വന്നിട്ട് ഈ ക്രിയ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ ഞങ്ങൾ എന്തുടയണേ? ആ തട്ടിപ്പന്നെ കാശ് മേടിക്കാൻ ഓരോന്ന് ചെയ്യാം. തട്ടിപ്പ്. മാറിയിരിക്കുക അങ്ങട്. അനുഗ്രഹം മേടിക്ക. വീടത്തേക്ക് വേണ്ടുന്ന പൂജയെല്ലാം സ്വാമി ആശ്രമത്തിൽ വെച്ചു. ഒന്നും പേടിക്കണ്ട, ഭൂതം പ്രേതം ഒന്നിനെ ഇങ്ങ പേടിക്കണ്ട. ചെറിയൊരു ആവാഹനുണ്ട്, അത് ഇപ്പൊ സ്വാമി നടത്തും. അതായത് ഈ ആത്മാവിനെ ആവാഹിച്ച് കുടത്തിലാക്കിയിട്ട് ഒഴുക്ക് വെള്ളത്തിലേക്ക് ഒഴുക്കണം. ഭാഷ നന്നായി പ്രാർത്ഥിച്ചോളൂ. ഇനി നമ്മൾ ആവാഹനം നടത്തുകയാണ്. ഇവിടെയുള്ള എല്ലാ കെട്ടിമുട്ടങ്ങളും എല്ലാ ദുരിതങ്ങളും ഇതോടെ തീരും. ആവാഹനമാണ്. ആകാശവും ഭൂമിയും സാക്ഷി നിർത്തിയിട്ട് ആവാഹനത്തിലേക്ക് കേട്ടോ. ഒരു 7 കല്ല് വീതം കയ്യിൽ വെക്കണം. സ്വാമി
കയ്യടിക്ക് കയ്യടിക്ക് ബാധ പോണ വഴിക്ക് പൈപ്പും പൊട്ടിച്ചിട്ടാ പോയക്കണേ. നിങ്ങൾക്കൊക്കെ എന്ത് പ്രാന്തായ? ബാധ വെള്ളം കിട്ടാഞ്ഞിട്ടേ പൈപ്പ് പൊട്ടിച്ച് കുടിക്കതാ. എല്ലാം പോയി കേട്ടോ. ഇനി ഒരു പേടിയും പേടിക്കണ്ട. ഇനി പ്യാരി അകത്തും കൂടെ ഞാൻ വായിക്കാം. ശരി സ്വാമി. ആ ഉണ്ണിസ്വാമി പോയിക്കോളൂ. ആ രണ്ടുപേരും പോക്കോ. അല്ല നിങ്ങൾ നിൽക്കുക, വീട്ടുകാർ പോയിക്കൂടാ. ആവാഹനം കഴിഞ്ഞതിന് ശേഷം വീടിന് അധികം കയറിയാൽ മതി. ആ ഇയാൾക്ക് വേണം പോവാ. ആ ഞാൻ പോയിട്ട് കഥ എന്താന്ന് വെച്ചാൽ പറഞ്ഞുതരാം. പ്രാർത്ഥിച്ചു നോക്കൂ. ആ അത് നോക്കിയാൽ മതി, എന്നെ നോക്കിക്കോളൂ. സ്വാമി ഈ പൂവ് എന്താ ചെയ്യണ്ടേ? മറിമായം.
ശ്യാമളെ എടി ഇത് എണിച്ചേ എനിക്ക് ഒരു കരച്ചില് കേട്ടാ, ഒരു കൊച്ചിന്റെ കരച്ചില് കേട്ടാ. അടുക്കളയിലാണോ? അതെ. ഇവിടുന്നാണോ? ഞാൻ ഒന്ന് നോക്കട്ടെ. വേണ്ട വേണ്ടെന്ന് പറഞ്ഞത് ആരെങ്കിലും വല്ല കുട്ടികളെ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ? പിന്നെ ഈ രാത്രി എന്താ നീ പറയണേ? മാറി. പിന്നെ ഇവിടെ കേൾക്കണോ? അടക്കളയെന്ന് ഇത് അടക്കളയെന്നാ. അടുക്കളയുടെ വാതിലൊക്കെ പൊട്ടിയിട്ടതല്ലേ ഞാൻ. ഞാൻ ഒന്ന് നോക്കട്ടെടി. ഞാൻ പറഞ്ഞ കേട്ടോ. നീ എന്തീ പറഞ്ഞ? ആരെങ്കിലും വല്ല കുട്ടികളെ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ? ആരെങ്കിലും ഫോൺ ചെയ്യ്, അല്ലാതെ ഒറ്റക്ക് പോയി ഞാൻ സമ്മതിക്കൂല. നിന്നല്ലേ? നിന്നു. ശീതളേട്ട് വാ, നമുക്കിപ്പൊ കിടക്കാം. രാവിലെ ഡോക്ടറെ കാണാൻ പോകേണ്ടതല്ലേ? അല്ലെങ്കിൽ എനിക്ക് എന്തോ 2 ദിവസമായിട്ട് ഭയങ്കര അസ്വസ്ഥതയാണ്. ഇനിയിപ്പോ ഉറക്കൊന്നും ശരിയാവും തോന്നല്ലേ? നാളെ ചോദിച്ചിട്ട് കിടക്കാം. ഹലോ, ഡോക്ടർ മൊയ്തൂസ്. ആരാണ്? മുഹമ്മദ്. നിങ്ങളെ റിസൾട്ടാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണേ. അത് ഏതെങ്കിലും ലാബ് പോയിട്ട് FSH ഒന്ന് നോക്കിയിട്ട് അതിന്റെ റിസൾട്ട് ആയിട്ട് നിങ്ങൾ കൊണ്ട് വരും. ഇരിക്കും. ഞാൻ നാളെ അവിടെ ഉണ്ട്. ഒരു 10 മണീനെ 11 മണീനുള്ളിൽ വന്നോളിട്ടോ. ശരി. ആയിക്കോട്ടെ. എന്താ വിഷയം? എന്റെ പേര് ശീതള എന്നാണ്. ഇതെന്റെ ഭാര്യ ശ്യാമള. എന്താ ചെയ്യണത്? ഞാൻ പിയൂണാണ്. എവിടെയാണ്? ബാങ്കില് പിയൂണാണ്. നിങ്ങൾ വർക്ക് ചെയ്യണ്ടോ? എവിടെയാണ്? കോർപ്പറേഷനില്. എന്താ വിഷയം? ഇപ്പോ 4 വർഷമായിട്ട് ഇപ്പോ ഞങ്ങൾക്ക് കുട്ടികളില്ല എന്നുള്ളൊരു ഇതുണ്ട്. 2 വർഷം ഞങ്ങൾ വേണ്ടാന്ന് വെച്ചിരുന്നു. ഇപ്പൊ 2 വർഷമായിട്ട് ഇങ്ങനെ ഇല്ലാത്തൊരു വിഷമമുണ്ട്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ഉണ്ടാവാനാണ് എല്ലാ ദമ്പതിമാരും ആഗ്രഹിക്കുക അല്ലേ? അതെ. അത് നീട്ടിക്കൊണ്ടുപോയാൽ ഇങ്ങനെയുള്ള ഇടങ്ങറൊക്കെ ഉണ്ടാവും. പിന്നെ ട്രീറ്റ്മെന്റ് എടുക്കണ ഒരുപാട് പ്രശ്നങ്ങളാണ്. അല്ല ഡോക്ടറെ, അത് കഴിഞ്ഞിട്ട് ഞാൻ 2 പ്രാവശ്യം വിശേഷമായിരുന്നു. പടച്ചോന് പ്രഗ്നന്റ് ആയിനെയോ? എന്നിട്ട് അത് അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് വേണ്ടാന്ന് വെക്കേണ്ടി വന്നു. എന്ത് വിവരക്കേടാണ് നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങളൊക്കെ ജീവിക്കണത് ദുനിയാവിലല്ലേ, ഈ യുഗത്തിലല്ലേ നിങ്ങള്? അല്ല അത് അങ്ങനെ വിവരക്കേടല്ല. അത് സാറിന് അറിയണ്ട. എന്ത്? അത് എന്റെ വകയിലൊരു ജോത്സ്യം ഉണ്ടായിരുന്നു. ആള് പറഞ്ഞു ഇങ്ങനെ ഇപ്പോഴത്തെ സാഹചര്യം ഇപ്പൊ കണ്ടകശിനി കൊണ്ടു നിൽക്കുകയാണ്. ഇപ്പൊ ഒരു ശുഭ കാര്യങ്ങൾക്കൊന്നും പറ്റിയ കാര്യമല്ല എന്ന് പറഞ്ഞു. അപ്പോ ഈ നമ്മുടെ ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു പ്രമോഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് തടസ്സപ്പെടും. അപ്പോ കുട്ടികൾ വേണമെങ്കിൽ അങ്ങനെ, അതല്ലാച്ചാൽ പ്രമോഷൻ എങ്ങനെ വെച്ചാൽ അതെന്ന് പറഞ്ഞു. അപ്പോ നമുക്കിപ്പോ സാമ്പത്തിക ഭദ്രത ഇല്ലാതെ അപ്പൊ കുട്ടികളുണ്ടായിട്ട് കാര്യമല്ലോ. അപ്പൊ ആ ഒരു പോയിന്റാണ് ഞാൻ എടുത്തത്. അപ്പൊ ഞാൻ അന്ന് ആ ഒരു 2 വർഷം വേണ്ടെന്ന് തന്നെ വെച്ചു. എന്നിട്ടിപ്പോ പ്രമോഷൻ കിട്ടിയോ? പ്രമോഷൻ കിട്ടിയില്ല. ഇതാണ് പറഞ്ഞത്. പ്രമോഷൻ കിട്ടിയില്ല. ആ 2 ജീവനങ്ങൾ നഷ്ടപ്പെടുത്തിയത്. അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇവിടെ ഓരോരുത്തരൊരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ട് 10, 15, 20 വർഷം ട്രീറ്റ്മെന്റ് എടുക്കുക. അപ്പോഴാണ് നിങ്ങൾ പഠിച്ചോൻ തന്ന ഓരോന്നിനും ഒഴിവാക്കണത്. അപ്പൊ നമുക്കൊരു പണിയാ. എന്തായാലും ഇപ്പൊ നിങ്ങൾ ഇവിടെ എത്തിയില്ലേ, നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങാം. അപ്പൊ അതിന് ആദ്യം നിങ്ങൾ 2 ബ്ലഡ് ടെസ്റ്റും നിങ്ങൾക്ക് ഒരു സ്കാനിങ്ങും എടുക്കാണ്. അതൊന്നും എടുക്കണം. ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുത്ത് നിങ്ങൾ പോയിക്കോളി. എന്നിട്ട് റിസൾട്ട് കിട്ടുന്ന ദിവസം തിരിച്ചുവിടെ വരണം. അന്ന് മുതൽ നമുക്ക് മരുന്ന് സ്റ്റാർട്ട് ചെയ്യാം. സാറേ, നമുക്കിപ്പോ ഈ മെഡിസിൻ അല്ലാണ്ടേ ഈ എക്സസൈസ് അങ്ങനെ എന്തെങ്കിലും മാറണം? വേറെ എക്സസൈസ് കൊണ്ട് കുട്ടികളുണ്ടാവില്ല. അല്ല, ഈ യോഗ പോലൊക്കെ കേട്ടിട്ടുണ്ടേ അങ്ങനെ? ശീതള, അതൊക്കെ ഒരു യോഗാണ് കേട്ടോ. അതൊക്കെ നമുക്ക് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് നോക്കാം. അപ്പൊ റിസൾട്ട് ഒക്കെ കിട്ടിയിട്ട് വരും. ശരി. എന്നാൽ അപ്പൊ നമുക്ക് അങ്ങോട്ട്. എന്നാ ശരി. ശീതളേട്ടോ എഴുന്നേറ്റില്ല? അല്ല ശീതളേട്ടാ, എന്താണ് ആപ്പാടെ ഒരു ക്ഷീണം? ഒന്നും പറയണ്ട എന്റെ മന്നതാ. എന്തേ? ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞില്ലേ മീൻ, ഞാൻ രാത്രി ഒരു കുട്ടിയുടെ കരച്ചില് കേട്ടിരുന്നു.
അത് ഇന്നലെ ഉണ്ടായി. അയ്യോ, സ്വസ്ഥത പോയിട്ടിരിക്കുകയാണ് അവിടെ. ആ ഇന്നലെ എപ്പോഴാ ഉറങ്ങിയെന്ന് എനിക്ക് തന്നെ പെടുത്തില്ല. അല്ല, ഇതിപ്പോ ദിവസം 2 ഇങ്ങനെ വെച്ചോണ്ടിരുന്ന ഇപ്പൊ എന്താ പരിഹാരം? അല്ല, ഞാൻ ആ രാമൻ ജോത്സ്യരെ ഒന്ന് കാണാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഏയ് എന്റെ ശീതളേട്ടാ, ഈ കാര്യത്തിൽ രാമൻ ജോത്സ്യരെ കണ്ടിട്ട് ഒരു കാര്യമില്ല. ഇതിനൊക്കെ പറ്റിയ വേറൊരാളെ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ആരാത്? നമ്മുടെ സത്യശീലാനന്ദ തിരുവടികൾ സ്വാമി. ആള് മിടുക്കനാ. വേണ്ട, എന്റെ തങ്കമണി ഉണ്ടല്ലോ, തങ്കമണിക്ക് കുട്ടികളില്ലാതെ കുറെ വർഷം ആയല്ലോ. ഞാൻ ഈ സ്വാമിയെ ചെന്ന് കണ്ട് സ്വാമി ഒരു ചരട് ജീവിച്ചു തന്ന് അത് തങ്കമണിയുടെ കഴുത്തിലോട്ട് അങ്ങോട്ട് കെട്ടി. അടുത്ത വർഷം 2 മൂരിക്കുട്ടന്മാരാ. ആ മാത്രമല്ല, നമ്മൾ ഈ വീട്ടിലുണ്ടാകുന്ന ദോഷങ്ങളൊക്കെ ആവാഹിച്ച് മാറ്റാൻ സ്വാമി മിടുക്കനാ. ഓ, എന്നാ മന്മത ഇന്ന് തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് അയാളെ പോയി കാണായിരുന്നു. ഞാനേ സ്വാമി ആദ്യം ഫോണിലൊന്ന് വിളിച്ച് സംസാരിക്കാം. സംസാരിച്ചിട്ട് സമയവും സന്ദർഭവും ഒക്കെ സ്വാമി പറയണ അനുസരിച്ചിട്ട് നമുക്ക് ഇന്നത്തേക്ക് തന്നെ ശരിയാക്കി തരാം. ഇന്ന് തന്നെ ശരിയാക്കണം. അവ്വാ, വിഷമിക്കണ്ട. കിടക്കാൻ പറ്റില്ല. ആ, മുഖത്ത് നല്ല ക്ഷീണമുണ്ട് കേട്ടോ. ഉറങ്ങിയിട്ടില്ല. എന്ത് ധൈര്യത്തിൽ അവിടെ കിടക്കണമെന്ന് ഇങ്ങനെ കേട്ടാൽ. പാല് അവിടെ കൊണ്ടുവച്ചോ നീ. ശ്യാമളച്ചേ, ശ്യാമളെന്ന് എണീറ്റിട്ടില്ലടാ. ഓ എണീറ്റില്ലല്ലേ? ഏയ്, അല്ല, ഞാന് ഇന്നലെ കൊണ്ടുവച്ച പാലിന്റെ കുപ്പി അതൊക്കെ അവിടെ തന്നെ ഉണ്ട്. ആ സത്യശീലാനന്ദ തിരുവടികൾ. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി പറയണം. സത്യസന്ധമായിട്ട് മറുപടി പറയണം. ശരി സ്വാമി. ഈ ശബ്ദം കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഇപ്പൊ 2 ദിവസമായി സ്വാമി. 2 ദിവസമല്ല, അത് മാസങ്ങളായിട്ട് ആ ശബ്ദം അവിടെ ഉണ്ട്. നിങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. അങ്ങനെ സ്വാമി. സ്വാമി, നിങ്ങളുടെ ഭാര്യ പ്രസവിച്ചിട്ടില്ല. ഇല്ല സ്വാമി. പക്ഷെ അമ്മയാണ്. എന്താ സ്വാമി? 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. സ്വാമി, അകാലത്തിൽ പൊലിഞ്ഞുപോയ 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണിത്. സ്വാമി. സ്വാമി, പൊലിഞ്ഞുപോയെന്ന് പറയാം, പൊലിച്ചെന്നും പറയാം. സ്വാമി, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അതിനെ നുള്ളിക്കളഞ്ഞു എന്നും പറയാം. സ്വാമി, അതിന് കാരണം ഭയമാണ്. ഭയം, എങ്ങനെ ജീവിക്കും എന്നുള്ള ഭയം. സ്വാമി, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആ ശബ്ദം നമുക്ക് അവിടുത്തെ എടുത്ത് മാറ്റാം. മാറ്റണം സ്വാമി. മാറ്റണം സ്വാമി. നമുക്ക് എടുത്ത് മാറ്റണ്ടേ? ഓ, മാറ്റണം സ്വാമി. അപ്പൊ സ്വാമി അത് ആലോചിച്ചോട്ടെ. ആയിക്കോട്ടെ സ്വാമി. ആലോചിക്കട്ടെ. ഓ, ആയിക്കോട്ടെ. അപ്പൊ സർവ്വ തെറ്റുകളും ഓ, നിങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുള്ള പാപങ്ങൾ മുഴുവൻ ഓ, നുള്ളിക്കളഞ്ഞില്ലേ? ഓ, അതെല്ലാം ഇവിടെ ഏറ്റു പറയണം. ഭഗവാനെ. സ്വാമി. സ്വാമി. ശീതള, നിങ്ങൾ പൊറുക്കാൻ പറ്റാത്ത തെറ്റ് ചെയ്തു പോയി. അതിന് കഠിന പാപമുണ്ട്. അതിന് പാപ പരിഹാര ക്രിയ ചെയ്യണമെന്നാണ് സ്വാമി പറയുന്നത്. കൃഷ്ണ, തീർച്ചയായിട്ടും ചെയ്യാം. പേടിക്കണ്ട. ഈ
പരിഹാരക്രിയ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ദോഷവും മാറും, കുടുംബത്ത് കുഞ്ഞിക്കാലും കാണുമെന്നാണ് സ്വാമി ഉദ്ദേശിച്ചത്. സ്വാമി സ്വാമി ഈ പരിഹാരക്രിയ ചെയ്യണമെങ്കിൽ സ്വാമിനോട് നിങ്ങൾ നേരിട്ട് അഭ്യർത്ഥിക്കണം. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചെയ്യാമെന്ന് സ്വാമി ഉദ്ദേശിക്കുന്നു. ഓ ആയിക്കോട്ടെ സ്വാമി. സ്വാമി. സ്വാമി വേണം സ്വാമി. സ്വാമി 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 എല്ലാ സ്വാമി ഏറ്റിട്ടുണ്ട്. ഓ കേട്ടോ സ്വാമി. അപ്പൊ ഇനി ധൈര്യമായിട്ട് പോയിക്കോളൂ. സ്വാമി പൂജയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കുക. ഓ ആയിക്കോട്ടെ. എന്തൊക്കെയാ വേണ്ടത് വെച്ചാൽ ഇവര് പറഞ്ഞു തരും കേട്ടോ. ആയിക്കോട്ടെ സ്വാമി. ആ അപ്പൊ എഴുന്നേറ്റോളൂ. കിഞ്ഞു പോയിക്കോ, ഏ കിഞ്ഞു പോയിക്കോ. ഭഗവാനേ. അഡ്വാൻസ് ആ ഓഫീസിൽ അടച്ചോളൂ. ഓ സ്വാമി. ഓരോരോ അന്ധവിശ്വാസങ്ങൾ. കിട്ടണ കാശ് മുഴുവനും സ്വാമിക്ക് പൂജയ്ക്ക് കുറച്ച് കൊണ്ട കളയാ. എനിക്ക് അതല്ല അത്ഭുതം, നീ ഇതിന്റെ പിന്നാലെ കെട്ടിയൊരുക്കി പോണെന്തിനാന്ന് അറിയുന്നത്. എന്റെ ഏട്ടൻ നമ്മൾ അവിടെ ചെന്ന് ഓരോന്ന് കാണുമ്പോഴല്ലേ നമുക്ക് വിശ്വാസാവണേ. എനിക്കല്ലാതെ വിശ്വാസം ഉണ്ടായിട്ട് പോയതല്ല ഞാൻ. നീ ഒന്നും മിണ്ടാണ്ടിരിക്കണ്ട. ആരോടാ നീ പറഞ്ഞേ? അല്ലെങ്കിൽ പിന്നെ ഈ കുടുംബത്തെ കാര്യം പുറത്തൊരാള് പറയാതെ എങ്ങനെ അവരറിയും? ഏട്ടൻ അത് പറ. ഭൂമി എന്താന്ന് കാണാത്ത കുട്ടിയുടെ നിലവിളിയല്ല പിന്നെ ഈ വീടിന്റെ അവിടെ ഇവിടെ ഇങ്ങനെ കേൾക്കണം. ഓരോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പൊ അഥവാ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ തന്നെ അത് രഹസ്യമായിട്ടാ ചെയ്യാ. നാട്ടുകാരെ മുഴുവൻ അറിയിക്കണം. കണ്ടോ മുന്തേട്ടണം വന്നിരിക്കുന്നത് അനുഗ്രഹം മേടിക്കാൻ. അതിനാളിയാ ഞങ്ങളത് അവിടെ ചെന്ന് തന്നെയാണ്. അവിടെ ചെന്നപ്പോ അവരാണ് പറഞ്ഞ ഇവിടെ വന്നിട്ടാ ഈ ക്രിയ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ ഞങ്ങൾ എന്തുട്ടാണ്? ആ തട്ടിപ്പന്നെ കാശ് മേടിക്കാൻ ഓരോ പിന്നെ തട്ടിപ്പ്. മാറിയിരിക്കുക അങ്ങട്. അനുഗ്രഹം മേടിക്കാം. വീടത്തേക്ക് വേണ്ടുന്ന പൂജയെല്ലാം സ്വാമി ആശ്രമത്തിൽ വെച്ചു. ഒന്നും പേടിക്കണ്ട, ഭൂതം പ്രേതം ഒന്നിനെ പേടിക്കണ്ട. ചെറിയൊരു ആവാഹനുണ്ട്, അത് ഇപ്പൊ സ്വാമി നടത്തും. അതായത് ഈ ആത്മാവിനെ ആവാഹിച്ച് കുടത്തിലാക്കിയിട്ട് ഒഴുക്ക് വെള്ളത്തിലേക്ക് ഒഴുക്കണം. പാലുകാരന്റെ ഭാഷ പറഞ്ഞു. പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച് യുവാവ് ആത്മഹത്യ ചെയ്തു. മുടി നീട്ടി വളർത്തിയതിനാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. യുവാവിനെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതാണ് ആത്മഹത്യ ചെയ്യാൻ കാരണമായത്. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധമുയർന്നിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു.
മോനെ, നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ ഞാൻ കുറെ വൈകിട്ടാടോ മനസ്സിലാക്കിയത്. ആളുകളുടെ രൂപത്തിലും ഭാവത്തിലും ഒന്നല്ല, പ്രവൃത്തി തന്നെയാണ് കാര്യം. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പോണ്ടത് പോയില്ലേ. മോനെ, ഇനി ഇവിടെ പൈസക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ പറയാൻ പഠിക്കണ്ട. ഇപ്പൊ ഒന്നും ആവശ്യങ്ങളില്ല. അച്ഛാ, ഞങ്ങള് കൂട്ടുകാരൊക്കെ കൂടി അത്യാവശ്യങ്ങളുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളെ പോലെ വേറെയും കുറച്ച് കൂട്ടുകാർ അമ്മയുടെ അക്കൗണ്ടിലേക്ക് പൈസ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യമൊന്നുമില്ല. എന്തായാലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഞാനവിടെ ഇറങ്ങട്ടെ. ഓ ശരി. വിഷമിച്ചിട്ടുണ്ടാമോ? കുട്ടീൻ്റെ അമ്മ എവിടെയുള്ളത്? അതുണ്ട്. പോയി കണ്ട രാഘട്ട അവിടെ നിൽക്കിട്ടാ. ആരോടെ പോണോ? വിളിച്ചിട്ടുണ്ട്.